ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. വരാനിരിക്കുന്ന റെയിൽവേ എക്സാംസ് ഏതൊക്കെയാണ്, ഓരോ എക്സാമിന്റെയും പാറ്റേൺ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് RRB എക്സാം സ്ട്രാറ്റജിയാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. 2024 നോട്ടിഫിക്കേഷൻ വന്ന RRB ഗ്രൂപ്പ് ഡി എക്സാം ആണ് ഇപ്പൊ ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. പിന്നീട് 2025 വിളിച്ച RRB ALP എക്സാമിന്റെ എക്സാം ഡേറ്റ് റെയിൽവേ പുറത്തുവിട്ടിട്ടുണ്ട്. എപ്പോഴാണ്? ഫെബ്രുവരി 16, 17, 18 തീയതികളിലായിട്ടാണ് നടക്കുക. അപ്പോൾ ഈ സമയം നമ്മൾ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനും വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു സമയമാണ് അല്ലേ. അത് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യാം. പിന്നീട് 2025 വിളിച്ച RRB JE ആണെങ്കിൽ എപ്പോഴാണ് എക്സാം? ഫെബ്രുവരി 19, 20, അതുപോലെ തന്നെ മാർച്ച് 3. പിന്നീട് RRB ടെക്നീഷ്യൻ അല്ലെ, അഗൈൻ 2025 വിളിച്ച RRB ടെക്നീഷ്യൻ എപ്പോഴാണ് എക്സാം? മാർച്ച് 5, 6, 7, 8, 9 എന്നീ തീയതികളിലാണ് നടക്കുക. പിന്നെ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്, 2025 RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരിക അല്ലെ. ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ഉടനെ ഉണ്ടാവുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ജനുവരി 1 മുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ എന്തായാലും അത് പെട്ടെന്ന് തന്നെ വരട്ടെ. പിന്നീട് 2025 RRB NTPC ഗ്രാജുവേറ്റ് എക്സാം ഏകദേശം ഏപ്രിൽ മെയ് മാസത്തിൽ നടക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. മേ ബി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചൊക്കെ മാറാം അല്ലെ. അതുപോലെ തന്നെ RRB NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന്റെ 2025 നോട്ടിഫിക്കേഷൻ എപ്പോഴാണ്? ഏകദേശം ഈ ഒരു ടൈമിലാണ് നടക്കുക. അപ്പൊ എന്തായാലും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഈ ഒരു റേഞ്ചിലായിരിക്കും എക്സാം നടക്കുക എന്ന് മാത്രം ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ അല്ലേ. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2026 കലണ്ടറും ആക്ച്വലി റെയിൽവേ റിലീസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ 2026 കലണ്ടർ പ്രകാരം നമ്മുടെ അടുത്ത സൈക്കിള് ALPയുടെ നോട്ടിഫിക്കേഷൻ ഏകദേശം ഫെബ്രുവരി 26 വരുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ ടെക്നീഷ്യൻസിന്റെ മാർച്ച് 26, സെക്ഷൻ കൺട്രോളർ ഏപ്രിൽ 26, ജൂനിയർ എഞ്ചിനീയേഴ്സ് ജൂലൈ 2026. അതുപോലെ തന്നെ നോക്കാം, NTPC ഗ്രാജുവേറ്റ് ഓഗസ്റ്റ് 2026 ആവുമ്പോൾ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. NTPC അണ്ടർ ഗ്രാജുവേറ്റ് നോക്കുക, ഓഗസ്റ്റ് 2026. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി ഒക്ടോബർ 2026 ആവുമ്പോൾ റിലീസ് ചെയ്യുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴും നമുക്കറിയാം, ഓരോ വർഷവും ഈ പറയുന്നത് പോലെ ധാരാളം എക്സാമുകളാണ് നമുക്ക് മുമ്പിൽ റെയിൽവേ കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സുവർണാവസരം അല്ലെങ്കിൽ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയും കൃത്യമായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. ഒരുപാട് കാലമൊന്നും വെയിറ്റ് ചെയ്യുന്നൊരു അവസ്ഥയില്ല. നിങ്ങൾക്കിപ്പോൾ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഒരു ക്ലാരിറ്റി കിട്ടിക്കണം അല്ലേ. എപ്പോഴും എക്സാമുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ഒരു കണക്കിന് പറയുകയാണെങ്കിൽ എളുപ്പമാണെന്ന് പറയാൻ പറ്റും അല്ലേ. യെസ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ്, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഒക്കെ എന്താണ് ഈ പറയുന്ന എക്സാമുകളുടെ. അപ്പൊ നമ്മൾ ALP നോക്കുക. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10+ ITI അല്ലെങ്കിൽ ഡിപ്ലോമ, ബിടെക്കാർക്കൊക്കെ എഴുതാം. അപ്പോൾ ജനറലിന് 18 മുതൽ 30 വയസ്സാണ്. OBC ആകുമ്പോൾ 18 മുതൽ അത് 33 ആവും. SC ST ആകുമ്പോൾ 18 മുതൽ 35 ആണ്. അതുപോലെ തന്നെ RRB ടെക്നീഷ്യൻ നോക്കുക, എങ്ങനെയൊക്കെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് എന്നുള്ള കാര്യം അല്ലെ. RRB JE നോക്കുക, എങ്ങനെയൊക്കെയാണ്. ഓൾമോസ്റ്റ് ഏകദേശമൊക്കെ സെയിം ആണ് അല്ലെ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ NTPC എടുത്തു കഴിഞ്ഞാൽ RRB NTPCയിൽ ഗ്രാജുവേറ്റ് ലെവലിൽ ജനറൽ നോക്കുക 18 മുതൽ 33 വരെ തന്നെയാണ്. NTPC അണ്ടർ ഗ്രാജുവേറ്റ് നോക്കുമ്പോൾ 18 മുതൽ 30 ആണ്. അതിൽ ഓരോ OBCക്കും SC STക്കും എത്രയാണ് വ്യത്യാസം അല്ലെ, +3 അതുപോലെ +5 എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാം നോക്കിക്കഴിഞ്ഞാൽ നോക്കുക, ക്വാളിഫിക്കേഷൻ എന്താ? 10th അല്ലെ, ഓർ ITI. എങ്ങനെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്? 18 മുതൽ 33 വയസ്സ് വരെ നമുക്ക് എഴുതാൻ പറ്റും. OBC ആണെങ്കിൽ 18 മുതൽ 36, SC ST 18 മുതൽ 38 എന്നിങ്ങനെയാണ് അല്ലെ. അപ്പൊ പ്രധാനമായിട്ടും ഈ രീതിയിലാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ അതുപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രൂപ്പ് ഡി 10ാം ക്ലാസ്സുകാർക്ക് എഴുതാം, ALP 10ാം ക്ലാസ്സുകാർക്ക് നമുക്ക് എഴുതാം, ITI ഡിപ്ലോമക്കാർക്കൊക്കെ എഴുതാം അല്ലെ. അതുപോലെ തന്നെ NTPC ഗ്രാജുവേറ്റ് ലെവൽ എനി ഡിഗ്രി ഈസ് ഫൈൻ. NTPC അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കണം? 12th ആയിരിക്കണം അല്ലെ. പിന്നീട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എക്സാം പാറ്റേൺ എന്താണ്. അപ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് എക്സാമുകൾക്ക്, അല്ലെങ്കിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന സബ്ജക്റ്റുകൾ സെയിം ആണ്.
ചോദ്യങ്ങളുടെ എണ്ണങ്ങളിലുള്ള ഏറ്റക്കുറിച്ചിൽ മാത്രമേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും റെയിൽവേ എക്സാം എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഇവിടെ ലാംഗ്വേജ് ഇല്ല എന്നുള്ളതാണ്. അതായത് ഇംഗ്ലീഷ് ഇല്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണ്, സയൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് താനും അല്ലെ. ഇംഗ്ലീഷ് ഇല്ല എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ, സയൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇവിടെ ഉണ്ട്. അതായത് നമ്മൾ മറ്റ് എക്സാമുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് SSC എക്സാമുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് റെയിൽവേ എക്സാംസിന് സയൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കാണാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കുക, ഗ്രൂപ്പ് ഡി എക്സാമിനാണെങ്കിൽ മാത്സ് 25 ചോദ്യങ്ങളാണ് ഉണ്ടാവുക, റീസണിങ് 30 ചോദ്യങ്ങൾ, സയൻസ് നോക്കുക 25 ചോദ്യങ്ങളാണ് ഗ്രൂപ്പ് ഡി എക്സാമിന് ഉണ്ടാവുക. അതുപോലെ തന്നെ GK CA കറണ്ട് അഫയേഴ്സ് അല്ലെ, ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് 20 ചോദ്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഇപ്പം നടന്ന എക്സാമുകളൊക്കെ നോക്കുമ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് നമുക്ക് നോക്കേണ്ട ഒരു ആവശ്യം ഇനി വരുന്ന എക്സാമുകളിലും എന്തായാലും ഉണ്ടാവും എന്നുള്ളതിന് ഒരു ഡൗട്ടും ഒരു കൺഫ്യൂഷനും ആർക്കും വേണ്ട. ഓക്കെ അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ NTPC എക്സാം നോക്കുമ്പോൾ എങ്ങനെയാണ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നോക്കുക. മാത്സിൽ 30, റീസണിങ് 30, സയൻസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടില്ല, അതായത് ജനറൽ അവയർനെസിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് എന്ന് നമുക്കറിയാം. GK CA എന്ന് പറയുന്നത് 40 ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ 40 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് 40 സയൻസ് ഇൻക്ലൂഡഡ് ആണ്, കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡഡ് ആണ്, GK ഇൻക്ലൂഡഡ് ആണ്. ഇതെല്ലാം കൂടെ 40 എന്നുള്ള രീതിയിലാണ് NTPC വരുന്നത്. ഇനിയിപ്പോൾ ALP എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും മാത്സ് 20, റീസണിങ് 25, സയൻസ് 20, GK CA എന്ന് പറഞ്ഞിട്ട് 10. അപ്പോൾ ALPയിൽ കുറച്ച് വെയിറ്റേജ് കുറവാണ് ഈ പറയുന്ന GKക്കും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിനും അല്ലെ. ഇനി ജെയിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ജെയിലോട്ട് വരുമ്പോൾ എന്താ, മാത്സ് 30 അല്ലെ, റീസണിങ് 25, സയൻസ് 30, GK CA എത്രയാണ് 15. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ALPക്കും അതുപോലെ തന്നെ ജെയ്ക്കും ടെക്നിക്കൽ ഉണ്ട് CBT 2-ൽ. അപ്പൊ നമ്മൾ അതിലും സ്ട്രോങ് ആയിരിക്കണം, അതും കൃത്യമായിട്ട്. അപ്പൊ ഏതൊക്കെയാണോ, അല്ലെങ്കിൽ ഏത് എക്സാമിനാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലോട്ടാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രീതിയിലുള്ള നമ്മുടെ ടെക്നിക്കലും നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ, റൈറ്റ്. അപ്പൊ ഇതാണ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എല്ലാത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്സ്, റീസണിങ്, സയൻസ്, അതുപോലെ തന്നെ GA CA എന്ന് പറയുന്ന അല്ലെ, ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സും. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ മാസ്റ്റർ ചെയ്യേണ്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ. ഇനി നമുക്ക് നോക്കാം ഓരോ സബ്ജക്റ്റിലും എങ്ങനെയാണ് ഈ പറയുന്ന, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമുക്കുള്ളത്, അതിന്റെ വെയിറ്റേജ് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും വെയിറ്റേജ് ആയിട്ട് പറയുമ്പോൾ മുന്നേ നടന്ന എക്സാമുകളുടെ ഒരു ഫീഡ്ബാക്കിൽ നിന്നേ നമുക്കത് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ എന്തായാലും സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും ഒരേ ഇമ്പോർട്ടൻറ്റ് നമ്മൾ പഠിക്കണം. ബട്ട് സ്റ്റിൽ കഴിഞ്ഞ തവണ നമ്മളിങ്ങനെ ചോദിച്ചപ്പോൾ കൂടുതൽ അതിനൊരു അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആക്ച്വലി ഈ പറയുന്ന സ്ലൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ മാത്സിൽ നമ്മൾ നോക്കുമ്പോൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ടോപ്പിക്കുകൾ, നമ്പർ സിസ്റ്റം നോക്കുക. 4 മുതൽ 5 ചോദ്യങ്ങളാണ് ഏകദേശം ഗ്രൂപ്പ് ഡിയിൽ ചോദിച്ചിരിക്കുന്നത്. NTPCയിലോട്ട് വരുമ്പോൾ 2 മുതൽ 3 ചോദ്യങ്ങളാണ്. സോ നല്ല രീതിയിലുള്ള വെയിറ്റേജ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ നമ്മുടെ മാത്സിൽ. അതുപോലെ തന്നെയാണ് സിംപ്ലിഫിക്കേഷൻ, ഗ്രൂപ്പ് ഡിയിൽ 3 മുതൽ 4 അല്ലെ, NTPCയിൽ 2 മുതൽ 3 എന്നുള്ള രീതിയിലാണ് നോക്കുക. ടൈം ആൻഡ് വർക്ക് 2 മുതൽ 3, NTPCയിൽ നോക്കുക 2. മെൻസുറേഷൻ നോക്കുക 1 മുതൽ 2, NTPCയിൽ 3 മുതൽ 4 ചോദ്യങ്ങളാണ് മെൻസുറേഷൻ എന്ന് ചോദിച്ചിരിക്കുന്നത്. പിന്നീട് സ്റ്റാറ്റിസ്റ്റിക്സിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാം ഗ്രൂപ്പ് ഡിയിൽ 0 to 1, NTPCയിൽ നോക്കുക 2 മുതൽ 3 ആണ്. SICI നോക്കുക ഗ്രൂപ്പ് ഡിയിൽ 2, NTPC 2 to 3 അല്ലെ. പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുക 2, 2 എന്നുള്ള രീതിയിലാണ്. ട്രിഗണോമെട്രി നോക്കുക അത്യാവശ്യം അല്ലെ 1 മുതൽ 2 എന്നുള്ള രീതിയിലാണ്. ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് നോക്കുക 2, 1 മുതൽ 2. ജോമെട്രി നോക്കുക 1 മുതൽ 2. സോ ഇത് നമുക്ക് പല ആൾക്കാരുടെ റെഫറൻസിൽ അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ ഫീഡ്ബാക്ക് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ടേബിൾ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഏകദേശം ഈ രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഒരു കൃത്യമായിട്ടുള്ള ധാരണ കിട്ടും ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ മാസ്റ്റർ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ മാത്സിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലോട്ട് വരുമ്പോൾ ഏറ്റവും അധികം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ത് തന്നെയാണ്, നമ്പർ തന്നെയാണ് അല്ലേ. എല്ലാത്തിൻ്റെയും ബേസിക് എന്ന് പറയുന്നത് നമ്പർ തന്നെയാണ്. അപ്പം നമ്പേഴ്സ് നമ്മൾ പഠിക്കുന്നു അല്ലേ. പിന്നീട് എന്താ സിംപ്ലിഫിക്കേഷൻ, അതായത് റേഷ്യോ, പ്രൊപ്പോർഷൻ, അതുപോലെ പെർസെൻറ്റേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അപ്ലിക്കേഷനാണ് ബാക്കിയുള്ള ടോപ്പിക്കുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം മാസ്റ്റർ ചെയ്യേണ്ടത് വരാനിരിക്കുന്ന റെയിൽവേ എക്സാമുകൾ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ നമുക്ക് അനിവാര്യമാണ് അല്ലേ. ഇനി നമ്മൾ അടുത്ത റീസണിങ്ങിലോട്ട് വരുമ്പോൾ കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് 4 മുതൽ
5 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോഡിംഗ് ഡീകോഡിങ്ങിലോട്ട് വരുമ്പോൾ പല രീതിയിലുള്ള കോഡിംഗ് ഡീകോഡിങ്ങൾ ഉണ്ട് അല്ലേ. ബട്ട് എന്നാലും ഇതെല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ട്രിക്കുകൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്രോച്ചുകൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത്തവണ നമ്മുടെ റീസണിങ്ങിലെ ചോദ്യങ്ങൾ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾക്ക് ട്രിക്കുകൾ ഉണ്ടാവും അല്ലേ. സ്വാഭാവികമായിട്ടും ഒരു കൺവെൻഷണൽ രീതി എന്നുള്ള രീതിയിലല്ലല്ലോ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. സോ ആ ഒരു രീതിയിലോട്ട് വരുമ്പോൾ നമുക്ക് ചിലതിന് ട്രിക്കുകൾ ഉണ്ടാവും, ചിലത് ഓപ്ഷൻ എലിമിനേഷൻ ആയിരിക്കും. സോ അങ്ങനെയൊക്കെ നോക്കി ചെയ്യുമ്പോൾ വളരെ അനായാസം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും വെയിറ്റേജ് കൂടി അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ മാസ്റ്റർ ചെയ്യേണ്ടത്, പഠിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുക, കോഡിംഗ് ഡീകോഡിംഗ് 4 മുതൽ 5 ചോദ്യങ്ങളാണ് ആവറേജ് ചോദിച്ചിരിക്കുന്നത്. സീരീസ് നോക്കുക 3 മുതൽ 4. ഓക്കെ, സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. സീറ്റിംഗ് അറേഞ്ച് നോക്കുക 4 മുതൽ 5 ചോദ്യങ്ങളാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സീറ്റിംഗ് അറേഞ്ച്മെന്റ് പസിൽ എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും എല്ലാ ആൾക്കാരും പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ് എന്നുള്ളതാണ്. അപ്പൊ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രിക്കുകളും അല്ലെങ്കിൽ അപ്രോച്ചുകളും കോൺസെപ്റ്റുകളും നമ്മൾ മനസ്സിലാക്കിയിട്ട് പിന്നീട് പ്രാക്ടീസും ചെയ്യുമ്പോൾ സുഖമായിട്ട് ഈ പറയുന്ന 4 മുതൽ 5 ചോദ്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ. നോക്കുക, സിലോജിസം 2 മുതൽ 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എനോളജി 2 മുതൽ 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാം മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് 2 മുതൽ 3, വെൻ ഡയഗ്രാം 1 മുതൽ 2, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ അനലിറ്റിക്കൽ റീസണിംഗിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ അല്ലെ, അസംഷൻ, ആർഗ്യുമെന്റ്, കോഴ്സ് ഓഫ് ആക്ഷൻ, അങ്ങനെ 1 മുതൽ 2 ചോദ്യങ്ങൾ, ബ്ലഡ് റിലേഷൻ 1 മുതൽ 2 ചോദ്യങ്ങൾ. സോ ഇതാണ് പ്രധാനമായിട്ടുള്ള നമ്മുടെ റീസണിങ്ങിലെ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മാത്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയത് അതുപോലെ തന്നെ റീസണിങ്ങിൽ ഈ പറയുന്ന ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, മാസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ അല്ലേ. വരാനിരിക്കുന്ന ഏത് റെയിൽവേ എക്സാം ആണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ പിന്നീട് നമ്മൾ എഴുതുന്ന എല്ലാം ക്ലിയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ എന്തായാലും മാറിപ്പോകും. ഓക്കെ അല്ലേ. റൈറ്റ്. അടുത്ത നമുക്ക് നോക്കാം സയൻസ് ആണ്. അപ്പോൾ റെയിൽവേ എക്സാംസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സയൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം അല്ലേ. അതിൽ നമുക്ക് നോക്കാം ഫിസിക്സ് ഗ്രൂപ്പ് ഡിയിൽ 8 മുതൽ 10 ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. NTPC ALPയിലൊക്കെ നോക്കുക 4 മുതൽ 5 ചോദ്യങ്ങളാണ്. ഏതൊക്കെയാണ് കീ ടോപ്പിക്സ് നമുക്ക് കാണാം. കെമിസ്ട്രി നോക്കുക 7 മുതൽ 8 ചോദ്യങ്ങളാണ്. NTPC ALPയിലോട്ട് വരുമ്പോൾ 4 മുതൽ 5 ചോദ്യങ്ങളാണ്. ഏതൊക്കെയാണ് കീ ടോപ്പിക്സ് അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള ടോപ്പിക്കുകൾ അവർ ചോദിച്ചു നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. ബയോളജി നോക്കുക 6 മുതൽ 7 ചോദ്യങ്ങളാണ്. NTPCയിലോട്ട് വരുമ്പോൾ അഗൈൻ 6 മുതൽ 8 ചോദ്യങ്ങളാണ്. ചില മിസലേനിയസ് ടോപ്പിക്കിലോട്ട് വരുമ്പോൾ നോക്കുക ഗ്രൂപ്പ് ഡിയിൽ 1 മുതൽ 2, NTPC 1 മുതൽ 2, പൊല്യൂഷൻ, ഇക്കോസിസ്റ്റം അല്ലെ, എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം അവിടെ ആക്ച്വലി ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായി സയൻസിന്റെ ഇമ്പോർട്ടൻസ്, എത്ര പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ് സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന എക്സാമുകൾ കൺസിഡർ ചെയ്യും അല്ലേ. അപ്പോൾ റെയിൽവേ എക്സാംസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സയൻസിന്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ സയൻസ് കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് ഈ പറയുന്ന എക്സാമുകൾക്കൊക്കെ ഉണ്ട് അല്ലേ. സയൻസിൽ നമ്മൾ നല്ല രീതിയിലുള്ളൊരു അപ്രോച്ച് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ റെയിൽവേ എക്സാംസ് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ അല്ലേ. റൈറ്റ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് അല്ലേ. കറണ്ട് അഫയേഴ്സ് ലാസ്റ്റ് 12 months എന്നുള്ള രീതിയിലാണ് കൂടുതലും നമ്മൾ ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിന് വെയിറ്റേജ് നോക്കുക 10 മുതൽ 12 ചോദ്യങ്ങളാണ് എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. ഇനി ചില ഷിഫ്റ്റുകളിൽ ഗ്രൂപ്പ് ഡിയിൽ 15-നപ്പുറം അല്ലെങ്കിൽ 18 ചോദ്യങ്ങളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഇപ്പോൾ കറണ്ട് അഫയേഴ്സിന് വരുന്നത്. അപ്പോൾ ഡെയിലി നമ്മൾ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പത്രങ്ങൾ വായിക്കുക അല്ലെ, ചാനലുകളാണ്. നമ്മുടെ ചാനലിൽ ഡെയിലി ഈ പറയുന്ന വീക്ക്ലി വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്, അത് നിങ്ങൾ കൃത്യമായിട്ട് കാണുക അല്ലെ, പത്രങ്ങൾ ന്യൂസ് വായിക്കുക. അപ്പോൾ ഇത് ഡെയിലി നമ്മളൊരു ഹാബിറ്റാക്കി മാറ്റുമ്പോൾ തന്നെ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലെ. റെഗുലറായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന് അത് മനസ്സിലാവും, ഓക്കെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അപ്പോൾ ഇതങ്ങനെ ചുമ്മാ മറക്കേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് ഡെയിലി നമ്മൾ കറണ്ട് അഫയേഴ്സ് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ അല്ലേ. പിന്നെ ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം സ്പോർട്സ്, അതുപോലെ അവാർഡ്സ്, അപ്പോയിൻമെന്റ്സ്, ഇതിലൊക്കെയാണ് കൂടുതൽ ചോദ്യങ്ങൾ കഴിഞ്ഞ അല്ലെങ്കിൽ നടന്ന എക്സാമുകളിൽ കറണ്ട് അഫയേഴ്സ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടുതൽ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട ടോപ്പിക്കിലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കണം, എങ്ങനെ വേണമെങ്കിലും അവർക്ക് ചോദിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞു കഴിഞ്ഞ എക്സാമുകൾ നടന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമുക്ക് ആക്ച്വലി ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ബേസിസിലാണ് നമ്മൾ ആക്ച്വലി ഇവിടെ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ ആണോ. റൈറ്റ്. പിന്നീട് നമ്മൾ നോക്കേണ്ടത് എന്താണ്, ജനറൽ അവയർനെസ് ആണ് അല്ലേ. അപ്പോൾ ജനറൽ അവയർനെസ് നമുക്ക് എന്തൊക്കെ കാണാം, ഹിസ്റ്ററി, പോളിറ്റി അല്ലെ, ജോഗ്രഫി, എക്കണോമിക്സ്, സ്റ്റാറ്റിക്, GK. അപ്പോൾ ഇതിൽ വെയിറ്റേജ് എന്ന് പറയുന്നത്
8 മുതൽ 10 ചോദ്യങ്ങൾ എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് നമുക്ക് കാണാം. അപ്പോൾ GAയുടെ അപ്രോച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് അല്ലെ, ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അപ്പോൾ ഇതിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് നമുക്ക് വേണം. അതായത് എന്തൊക്കെ നമ്മൾ പഠിക്കണം, ഓക്കെ ഇത് പഠിക്കണ്ട എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ GA പഠിക്കാൻ വരുമ്പോൾ നമ്മുടെ അപ്രോച്ച് ഉണ്ടാവേണ്ടത്. അല്ലാതെ കാണുന്നത് എല്ലാം പഠിക്കുക എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ ഇത്രയും വലിയൊരു സിലബസ് ഈ ഒരു വെയിറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ആക്ച്വലി അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് റെയിൽവേയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വേണം നമ്മൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കാനായിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ ഇപ്പോൾ ടോപ്പ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പൊളിറ്റിയിൽ നമുക്ക് ആർട്ടിക്കിൾസ് അല്ലേ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, അമെൻമെന്റ്സ്, അതുപോലെ ഹിസ്റ്ററിയിൽ ഏതൊക്കെയാണ് നമുക്ക് കാണുന്നുണ്ട്, ജോഗ്രഫി എന്തൊക്കെയാണ്. അപ്പോൾ പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ GA പഠിക്കാനായിട്ട്. അത് അല്ലാതെ കാണുന്നത് എല്ലാം പഠിക്കുക എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലോട്ട് പോകേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്കിത് കാണുമ്പോൾ അല്ലേ, ഈ നമ്പേഴ്സ് കാണുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പം നമ്മൾ മാസ്റ്റർ ചെയ്യേണ്ടത് ഏതൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ട്. മാത്സ്, അതുപോലെ തന്നെ റീസണിങ് അല്ലെ, പിന്നീട് സയൻസിന്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം, കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ്. ഇതിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്ന് കൃത്യമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ് എപ്പോൾ പഠിച്ചു തുടങ്ങണം, എപ്പോഴാണ് റൈറ്റ് ടൈം എന്നുള്ള കാര്യം. അപ്പോൾ ആക്ച്വലി എല്ലാ സമയവും റൈറ്റ് തന്നെയാണ്. ഓക്കെ, ഇന്ന് നല്ല ദിവസമല്ല, നാളെയാണ് നല്ല ദിവസം, അങ്ങനെയൊന്നുമില്ല. എല്ലാ സമയവും റൈറ്റ് ടൈം തന്നെയാണ്. അപ്പൊ നമുക്ക് ആക്ച്വലി വേണ്ട കാര്യം എന്താണ്? റൈറ്റ് മൈൻഡ് സെറ്റ് ആണ് അല്ലെ. റൈറ്റ് ടൈമിന് പുറകെ പോകരുത്, എല്ലാം റൈറ്റ് ടൈം തന്നെയാണ്. നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്താണ്? റൈറ്റ് മൈൻഡ് സെറ്റ് ആണ്. കൃത്യമായിട്ടുള്ള ഒരു ശരിയായിട്ടുള്ള മൈൻഡ് സെറ്റ് ആണ് നമുക്ക് വേണ്ടത്. അതായത് ഓക്കെ, എനിക്ക് ഈ പറയുന്ന റെയിൽവേ എക്സാം ക്രാക്ക് ചെയ്യണം, നമുക്ക് ഗുണങ്ങളൊക്കെ അറിയാം. എന്തുകൊണ്ട് റെയിൽവേ എക്സാം എന്നതിലോട്ട് ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല, നമുക്കറിയാം അല്ലെ. അപ്പോൾ നമുക്കറിയാം കൃത്യമായിട്ടും ഈ എക്സാം ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പെർട്ടിക്കുലർ ജോലി എന്തായാലും കിട്ടും. പിന്നീട് നമുക്ക് വേണ്ടത് എന്താ? ഈ പറഞ്ഞ സബ്ജക്റ്റുകൾ പ്രോപ്പറായിട്ട് ഗൈഡൻസോടുകൂടെ പഠിക്കാനൊരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ അതിനൊരു സാഹചര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടും യെസ്, നമ്മുടെ ബാച്ചാണ് RRB NTPC റെഗുലർ ബാച്ച് 1.0 എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന മാത്സ്, ഈ പറയുന്ന റീസണിങ്, ഈ പറയുന്ന സയൻസ്, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് GA കറണ്ട് അഫയേഴ്സ്, ഈ പറയുന്ന എല്ലാ സബ്ജക്റ്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട്, ട്രിക്കുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അല്ലെ, ഏതൊക്കെ രീതിയിൽ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ഒരു ചോദ്യത്തെ നേരിടേണ്ടത്, ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പം തന്നെയാണ്. അപ്പൊ അതിന് എന്താണ് വേണ്ടത്? ഞാൻ വീണ്ടും പറയാണ്, നല്ല സമയമല്ല, റൈറ്റ് മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ റൈറ്റ് മൈൻഡ് സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് എനിക്ക് എന്തായാലും എക്സാം ക്രാക്ക് ചെയ്യണം, എനിക്ക് അതിനുള്ള ഒരു റൈറ്റ് മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നീട് നിങ്ങൾ ഈ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും ചെയ്യുമെന്ന് എനിക്ക് ഗ്യാരണ്ടിയോടെ പറയാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് പഠിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടാത്തത് അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഓപ്ഷൻ എലിമിനേഷൻ നമ്മൾ ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ ടൈം മാനേജ് ചെയ്യുക, ഈ പറയുന്ന സമയത്തിനുള്ളിൽ എങ്ങനെയാണ് നമ്മൾ എല്ലാ ചോദ്യങ്ങളും സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ഒട്ടുമിക്ക ചോദ്യങ്ങളും സോൾവ് ചെയ്യുക, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനോടുകൂടി നമ്മൾ പഠിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങൾക്ക് വേണ്ട ആ ഒരു ജോലി ക്രാക്ക് ചെയ്യാൻ എളുപ്പത്തിൽ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ അതിനായിട്ടും നിങ്ങൾ ചെയ്യുന്നത് ഇത്ര മാത്രമാണ്, റൈറ്റ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക, ദെൻ ഈ കാണുന്ന ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുക. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്നിച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.